ഇന്നെന്നാ അമ്മ ചക്കപ്പുഴുക്കാണോ ചക്ക അരിയണേ? ചക്ക പുഴുക്കല്ല, ഇന്ന് ഉച്ചയ്ക്ക് ചോറിനങ്ങളും കൂട്ടി കഴിക്കാനുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കഴിക്കുമ്പോൾ കൂട്ടാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ടല്ലോ. എന്ത് കറി? അത് നേരം കണ്ടാൽ മതി, ചോറിന് കൂട്ടാം. എന്നും ചക്കപ്പുഴുക്കും ചക്കയരിശ്ശേരി കഴിച്ച് കഴിച്ച് മടുത്തു. ഇത് ചക്കപ്പുഴുക്കും അല്ല, ചക്ക എരിശ്ശേരിയല്ല. ഞാനും ഒരുക്കാൻ കൂടാം. പണിയൊക്കെ കഴിഞ്ഞിട്ട് വാ, നമുക്ക് രണ്ടുപേർ കൂടെ നിൽക്കാം. ആ കുഞ്ഞാവേനെ ഉറക്കിയാലോ? ആ കുഞ്ഞാവേനെ ഉറക്ക. മോനെ ഉറങ്ങ, മോനെ ഉറങ്ങ. ആ ചോറിന് കറി വേണ്ടേ? നമുക്ക് ഇന്നൊന്നും ഇരിപ്പില്ല. ഇന്ന് ഇത്തിരി മോരുകറി മാത്രമേ ഉള്ളൂ. ഇന്നലത്തെ മോരുകറി മാത്രമേ ഇരിപ്പുള്ളൂ. കുഞ്ഞാവ എല്ലാം മൂളി കേൾക്കുന്നുണ്ട് കേട്ടല്ലോ. ഇന്നലത്തെ മോരുകറി മാത്രമേ ഇരിപ്പുള്ളൂ. നമുക്ക് അന്നേരം ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാടാ. അങ്ങനെ നമ്മുടെ ചക്കയൊക്കെ അമ്മ അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മളത് കറി വെക്കാനായിട്ട് പോവാണ്. അമ്മ എന്നിട്ട് തരാം പാത്രത്തിലേക്ക്. നമ്മൾ ചക്ക വറുത്തരച്ചുള്ള കറിയാണ് വയ്ക്കുന്നത്. എന്നും ചക്കപ്പുഴുക്കും എരിശ്ശേരിയും ഒക്കെ കഴിച്ച് മടുത്തു. പിള്ളേർക്ക് വറുത്തരച്ച് അതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് പൊടി ഇട്ടു. ഇനി അടുപ്പത്ത് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കും. അത് കഴിഞ്ഞ് മല്ലി മുളക് തേങ്ങ മസാല എല്ലാം കൂടെ വറുത്തരച്ച് വയ്ക്കും. ഗ്യാസ് കത്തിക്കട്ടെ. കുഞ്ഞാവ എഴുന്നേറ്റ് വന്നോ? എന്തോ അടിക്കൊന്നും വേണ്ട അല്ലേ? തന്നെ പെട്ടെന്ന് തിളക്കല്ലേ മതി. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി ചെല്ലി അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിനാവശ്യമായ മസാല ഒക്കെ ഉണ്ടാക്കാം. അതിന് എല്ലാം വറുത്തെടുക്കാം. തേങ്ങയൊക്കെ നമ്മൾ ചക്കയ്ക്ക് വറുത്തരയ്ക്കാൻ പോവാണ്. വറുത്തരയ്ക്കാൻ മല്ലി, ചുവന്ന മുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, 3-4 കുരുമുളക്, പിന്നെ പട്ട, ഗ്രാമ്പു, പെരുംജീരകം, പിന്നെ കുറച്ച് തേങ്ങ ഇങ്ങോട്ട് കൂടി വറുത്തരയ്ക്കും. സാധാരണ നമ്മളെ എല്ലാ കറികൾക്കും വറുത്തരക്കറികൾക്ക് അരക്കണ പോലെ തന്നെയല്ലേ? കുറച്ച് മസാല കൂടി ആവശ്യം. ചിലർക്ക് മസാല ടേസ്റ്റിൽ ഇഷ്ടമല്ലെങ്കിൽ നമുക്കിത് ഉപയോഗിക്കണ്ട. മസാല ഞങ്ങളിവിടെ ചെറുതായിട്ട് കുറച്ച് ചേർക്കാറുണ്ട് കേട്ടോ. അമ്മ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇടപ്പോഴേക്കും ചീഞ്ചട്ടിയില് വെളിച്ചെണ്ണ ഇപ്പൊ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിക്കാണ്ടാണോ? ഉള്ളി കൂടെ ഇടുമോ? ഇത് വാങ്ങാൻ നേരത്തെ മസാല കുരുമുളകും വാങ്ങാൻ നേരത്തെ. അപ്പൊ തേങ്ങ ഇതൊന്ന് മല്ലി മൂത്തിട്ട് പതുക്കെ ഒന്ന് മൂത്തിട്ട് തേങ്ങ ഇടാവുള്ളൂ. തേങ്ങ ഇട്ടൊന്ന് വലിയ ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണം. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ ഇത്തിരി കരിവേപ്പില ഇടാം. തേങ്ങയിൽ തന്നെ വറക്കുമ്പോൾ വെളിച്ചെണ്ണ ഉണ്ടല്ലോ. പിന്നെ മസാല, കുരുമുളക്, നല്ല ബ്രൗൺ കളറായി. ഇനി നമുക്ക് ഗ്യാസ് നിർത്താം. ഇതാ അരച്ചുകൊണ്ട് വരാം. ചക്ക ഇപ്പൊ വെന്ത് കാണോ അമ്മേ? വേവായിട്ടുണ്ട്. നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ അരപ്പിൻ്റെ കുറച്ചങ്ങ് ഒഴിക്കാം. ബാക്കി നമുക്ക് കടുക് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചൂടാക്കി ഒഴിക്കാം. ഇത് നന്നായിട്ട് വേവണ ചക്കയാണല്ലോ അമ്മേ? നന്നായിട്ട് വേവും.
എരിശ്ശേരിക്കൊക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ എന്നും എരിശ്ശേരി വയ്ക്കണ കാരണം എന്തൊക്കെ ഉണ്ടാക്കിയാലും ഇവിടെ പിള്ളേര് കഴിക്കില്ലല്ലോ. ഇപ്പോൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. തീ കുറച്ചായിരിക്കണേന്ന് തോന്നുന്നു. കൂട്ടിയേക്കണ്ടേ? നമുക്കൊന്ന് കടു പൊട്ടിച്ച് വയ്ക്കാം. അപ്പൊ ഇതിന്റെ പരിപാടി തീർന്നു. ഇനി കടുക് പൊട്ടിച്ചിട്ടാ വെച്ചാൽ മതി. കുറച്ച് കടുകിടാം. കടുക് പൊട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് വറ്റൽമുളക്, ചെറിയ ഉള്ളി, കരിവേപ്പില വറുത്തിടാം. ഇനി അരപ്പ് വന്നിട്ട് ചൂടാക്കിയില്ല. കൈ ഒഴിക്കണമെന്ന്. ഇനി അത് അതിനകത്തേക്ക് ഒഴിക്കും. ഒന്ന് ചൂടാകുമ്പോൾ ഒഴിക്കും. തിളയ്ക്കണോ? തിളക്കിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് ഇളക്കാം. അപ്പൊ നല്ല കളറൊക്കെ ഉണ്ടല്ലേ. പ്ലേറ്റ് എടുത്തേ. നീ ഉപ്പൊക്കെ ഉണ്ടോ നോക്കി, പാകം ഉണ്ടോ നോക്കി. എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കി കഴിയുമ്പോൾ എന്നെ കൊണ്ടാണ് അമ്മ ഉപ്പ് നോക്കിക്കണേ. കൊച്ചുങ്ങൾ കഴിക്കില്ല. എന്തൊക്കെ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, പിള്ളേർ ഇവിടെ കഴിക്കൊന്നുമില്ല. ഇതെവിടെ പ്ലേറ്റ്? ഓ, ഉപ്പ് നോക്കാനായിട്ട് ഇത്രയും വേണോ? ഭയങ്കര ചൂടല്ലേ അമ്മ, എങ്ങനെയാ നോക്കണേ? നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ലതാണോ? ഉപ്പൊക്കെ പാകമാണോ? ഉപ്പൊക്കെ പാകാം. ഇനി ഓഫ് ചെയ്യാം അല്ലേ? ഓഫ് ചെയ്തോ? പിള്ളേർ ഇത് കഴിക്കില്ല. ഇനിയിപ്പോൾ ഇത് നല്ല ചിക്കൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ചോറിൻ്റെ കൂടെയും നമ്മൾ കഴിക്കാം. പക്ഷെ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിരിക്കും, അടിപൊളി. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അറിയാം നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും മിക്കവാറും, എന്നാലും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം. കമൻറ്റ്, ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ഇടണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.